ഹായ് നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ഒരു കവുങ്ങ് തോട്ടമൊക്കെ അന്വേഷിക്കുന്ന ആൾക്കാർക്ക് എടുക്കാൻ പറ്റിയ നല്ലൊരു ബെസ്റ്റ് ഒരു പ്ലോട്ട് വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട്. മൊത്തം 3000-ഓളം കവുങ്ങുകളൊക്കെ ഉള്ള നല്ല അടിപൊളി ഒരു കിടിലൻ പ്ലോട്ടാണ്. നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നടക്കുന്ന സൂപ്പർ ഒരു തോട്ടമാണ്. ഈ ഒരു പ്ലോട്ടിനകത്ത് നമുക്ക് ഏകദേശം ഈ ഒരു പ്ലോട്ടിനകത്ത് ഒരു 2 നിലയുള്ള 5 ബെഡ്റൂമുള്ള ഒരു അടിപൊളി ഒരു വീടും കൂടി നമുക്ക് ഈ ഒരു പ്ലോട്ടിനകത്തുണ്ട് കേട്ടോ. ഈ ഒരു പ്ലോട്ട് വന്ന് കണ്ടു കഴിഞ്ഞാൽ എന്തായാലും ഇഷ്ടപ്പെടും. അത്രയ്ക്ക് നല്ല അടിപൊളി ഒരു കിടിലൻ പ്ലോട്ടാണ്. മൊത്തം 7 ഏക്കർ 59 സെൻറ്റ് സ്ഥലം ആണ് വരുന്നത്. അപ്പോൾ ഈ ഒരു സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽ ആയുള്ള വിശേഷങ്ങളാണ് ഇന്ന് നമ്മുടെ ചാനലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. പിന്നെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമ്മളെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പേജ് മറക്കാതെ ഫോളോ ചെയ്യട്ടോ. നമ്മൾ ഈ ഒരു സ്ഥലം വരുന്നത് നമ്മുടെ കാസർഗോഡ് ജില്ലയിലാണ്. കാസർഗോഡ് ജില്ലയിലെ മിയാപതാവ് എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് വെറും 1.5 കിലോമീറ്റർ മാത്രം അകലത്തിലാണ് നമ്മൾ ഈ ഒരു പ്ലോട്ട് വരുന്നത് കേട്ടോ. ഏത് വാഹനങ്ങൾ വേണമെങ്കിലും നമ്മളെ പ്ലോട്ട് വിട്ട് വരാനുള്ള റോഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ടാറിങ് റോഡുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കാറ്, ജീപ്പ്, ബൈക്ക്, ലോറി എന്ന് വേണ്ട എല്ലാ വാഹനങ്ങളും നമ്മളെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ വരാനുള്ള നമ്മളെ പ്ലോട്ടിൽ തന്നെ വരികയും ചെയ്യും കേട്ടോ. നമുക്ക് ഈ ഒരു പ്ലോട്ടിനകത്തോട്ട് വരുമ്പോൾ എന്ന് പറഞ്ഞാൽ മൊത്തം 5 ബെഡ്റൂമുള്ള ഈ കാണുന്ന ഒരു അടിപൊളി ഒരു വീടും കൂടി നമുക്ക് ഈ ഒരു പ്ലോട്ടിനകത്തുണ്ട്. 2400 സ്ക്വയർ ഫീറ്റ് പണിത വാസ്തുശാസ്ത്രപ്രകാരമായി എല്ലാ ഇതും കഴിഞ്ഞിട്ടുള്ള അടിപൊളി ഒരു വീടാണ്. അതുപോലെ തന്നെ നമുക്ക് വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ നമുക്ക് നമുക്ക് വെള്ളത്തിൻ്റെ സൗകര്യത്തിന് കിണറുണ്ട്. മുറ്റത്ത് തന്നെ കിണറുണ്ട്. അതുപോലെ തന്നെ ഒരു ബോർവെല്ലുണ്ട്. 365 ദിവസവും വെള്ളം കിട്ടും. വെള്ളത്തിന് ഇന്നേ വരെ യാതൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നുമില്ല. വെള്ളത്തിനൊന്നൊരു ക്ഷാമോ കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. കിണറ്റിലൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല വെള്ളം കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് നനയ്ക്കാനുള്ള സൗകര്യത്തിന് നമുക്കൊരു കുളം കൂടി 2 കുളം കൂടി നമുക്ക് ഈ ഒരു പ്ലോട്ടിനകത്തുണ്ട്. അതുപോലെ തന്നെ നമുക്ക് പറമ്പിൽ മെയിനായിട്ട് ആദായം എന്ന് പറഞ്ഞാൽ കവുങ്ങാണ്. കവുങ്ങൊക്കെ അടയ്ക്കൊക്കെ ഉണക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സോളാർ സിസ്റ്റം നമുക്ക് വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ വെച്ചിട്ടുണ്ട്. അത് നമുക്ക് എന്താ പറയുക, വേനൽക്കാലത്തും മഴക്കാലത്തൊക്കെ അടയ്ക്ക ഉണങ്ങാനുള്ള സൗകര്യത്തിന് സോളാർ സിസ്റ്റം നമ്മൾ ഈ ഒരു പ്ലോട്ടിനകത്ത് ഉണ്ട് കേട്ടോ. മിറ്റൊക്കെ അത്യാവശ്യം നല്ല വലിയ മിറ്റം കാര്യങ്ങളൊക്കെയാണ്. കുറേ വാഹനങ്ങളൊക്കെ നിർത്താനുള്ള പാർക്ക് ചെയ്യാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. മിറ്റൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഇൻ്റർലോക്കൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ല അടിപൊളിയാകുകയും ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് നിങ്ങളൊരു കൃഷിക്കാരനൊക്കെ ആണെന്നുണ്ടെങ്കിൽ, ഒരു കർഷകനൊക്കെ ആണെന്നുണ്ടെങ്കിൽ, പിന്നെ പശുവിനൊക്കെ വളർത്താനുള്ള സൗകര്യത്തിന് നമുക്ക് എന്താ പറയുക, പശുത്തൊഴുത്തുണ്ട്. നമുക്കൊരു അത്യാവശ്യം പശുവിനൊക്കെ വളർത്താനും അതുപോലെ തന്നെ നമുക്ക് കവുങ്ങിനൊക്കെ എന്താ പറയുക വളമൊക്കെ ആയിട്ട് ചാണകമൊക്കെ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള എന്താ പറയുക പശുവിനൊക്കെ വളർത്തണമെങ്കിൽ അതിനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു പ്ലോട്ടിനകത്തുണ്ട്. അതുപോലെ തന്നെ നമുക്ക് പണിക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് നിൽക്കാനുള്ള സൗകര്യത്തിന് നമുക്ക് ചെറിയൊരു ഷെഡും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു പ്ലോട്ടിനകത്ത് ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് കറണ്ടിൻ്റെ കണക്ഷൻ, നിങ്ങൾക്ക് ഭാവിയിൽ കറണ്ടിൻ്റെ കണക്ഷനൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ, അതായത് പിന്നെ ഒരു ഫാമൊക്കെ തുടങ്ങാനൊക്കെ ഉദ്ദേശമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, നമ്മളെ കവുങ്ങ് തോട്ടത്തിലൊക്കെ ഒരു ഫാമൊക്കെ തുടങ്ങാനൊക്കെ ഉദ്ദേശം ഉണ്ടെങ്കിൽ അതിനുള്ള കറണ്ടിൻ്റെ കണക്ഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ ഇലക്ട്രിക് പോസ്റ്റ് നമ്മളെ പറമ്പിൽ കൂടെ തന്നെ പോകുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു പ്ലോട്ടിൻ്റെ മെയിനായിട്ടുള്ള ആദായം എന്ന് പറഞ്ഞാൽ നമുക്ക് കവുങ്ങാണ്. കവുങ്ങ് എന്ന് പറഞ്ഞാൽ ഏകദേശം 3000-ഓളം കവുങ്ങുകളാണ് നമ്മൾക്ക് ഈ ഒരു പ്ലോട്ടിനകത്തുള്ളത്. അത് ചെറുതും വലുതുമായുള്ള 3000-ഓളം കവുങ്ങുകൾ. വലിയ കവുങ്ങുകൾ അത് കാസർഗോഡ് പെട്ട കവുങ്ങുകളാണ്. പിന്നെ ചെറുത് എന്ന് പറഞ്ഞാൽ ഏകദേശം 4.5 വർഷം പ്രായമായുള്ള ഈ കാണുന്ന ഇതേപോലത്തെ കവുങ്ങുകൾ ഏകദേശം 4.5 വർഷം പ്രായമായ കവുങ്ങുകളാണ്. ഇത് നമുക്ക് മംഗള ഇനത്തിൽപ്പെട്ട കവുങ്ങുകളാണ് കേട്ടോ. കവുങ്ങുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ കണ്ടില്ലെങ്കിൽ അത്യാവശ്യം നല്ല കായും കാര്യങ്ങളൊക്കെ കടിക്കുന്ന അടിപൊളി കവുങ്ങുകളാണ് കേട്ടോ. നമുക്ക് ഫുള്ള് പറമ്പൊക്കെ നനയ്ക്കാനുള്ള സൗകര്യത്തിന് പിന്നെ സ്പ്രിങ്ക്ലറും കാര്യങ്ങളൊക്കെ ഫുള്ള് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 4.5 വർഷം പ്രായമായ കവുങ്ങുകൾ എല്ലാം അത്യാവശ്യം നല്ലോണം കായ പിടിക്കുന്ന കവുങ്ങുകൾ തന്നെയാണ്. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇടവിളയായിട്ട്, അതായത് കവുങ്ങ് കൂടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുരുമുളകൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡബിൾ ബെനിഫിറ്റായിട്ട് കിട്ടുകയും ചെയ്യും. താഴെ നമുക്ക് വലിയ കവുങ്ങുകളിൽ ഫുള്ള് ഇതേപോലെ കുരുമുളകെല്ലാം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് പ്ലോട്ടിൻ്റെ 2 സൈഡ് കൂടെ റോഡ് വരുന്നുണ്ട്. ടാറിങ് റോഡിനോട് ടച്ചായിട്ട് കിടക്കുന്ന പ്ലോട്ടാണ്. അതുപോലെ തന്നെ നമുക്ക് മറ്റൊരു ആദായം എന്ന് പറഞ്ഞാൽ തെങ്ങാണ്. തെങ്ങുകൾ ഏകദേശം ഒരു 65ഓളം തെങ്ങുകൾ നമുക്ക് ഈ ഒരു പ്ലോട്ടിനകത്തുണ്ട്. തെങ്ങിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഫുള്ള് കുരുമുളകെല്ലാം പടർത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ജാതി മരങ്ങളുണ്ട്. ജാതി മരങ്ങൾ ഏകദേശം ഒരു 13ഓളം ജാതി മരങ്ങൾ, വലിയ ജാതി മരങ്ങൾ നമുക്ക് ഈ ഒരു പ്ലോട്ടിനകത്തുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ലോണം കായൊക്കെ പിടിക്കുന്ന ജാതി മരങ്ങളാണ്. പിന്നെ മെയിനായിട്ട് വെള്ളത്തിൻ്റെ സൗകര്യത്തിന് ഇതാണ് ഈ കാണുന്ന കുളമാണ്. കുളം എന്ന് പറഞ്ഞാൽ വറ്റാത്ത വെള്ളമുള്ള കുളം 2 നമുക്ക് ഈ ഒരു പ്ലോട്ടിനകത്തുണ്ട്. ഒരെണ്ണം നമ്മുടെ പറമ്പിന് ഉള്ളിൽ തന്നെ, അതുപോലെ തന്നെ നമുക്ക് ഒരെണ്ണം പുറത്ത് നമ്മളെ പറമ്പിനോട് ചാരിയിട്ട് തന്നെ നമ്മൾ അതിരിനോട് ചേർന്നിട്ടാണ്. ആ അതിരിനോട് ചാരിയുള്ള കുളത്തിൽ നിന്ന് നമുക്ക് വെള്ളം എടുക്കാനുള്ള സൗകര്യത്തിന് 3 ആൾക്കും കൂടി അവകാശപ്പെട്ട കുളം ആണ്. നമുക്ക് ഈ ഒരു സ്ഥലത്തിൻ്റെ ഒരു ഇതെന്താണെന്ന് വെച്ചാൽ, പിന്നെ ഈ ഒരു സ്ഥലത്ത് നമ്മൾ ഈ ഒരു പ്ലോട്ടിനകത്ത് ചെറിയൊരു നാഗത്തിൻ്റെ ഒരു തറ ഉണ്ട്. അത് വർഷത്തിൽ നമുക്ക് ഒരു 1000 രൂപ ചിലവ് വരും അതിൻ്റെ പൂജയ്ക്കും കാര്യങ്ങൾക്കൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ബെറ്ററായിട്ട് മാറുകയും ചെയ്യും കേട്ടോ.
അപ്പോൾ അത്രയൊക്കെയാണ് നമ്മൾ ഈ ഒരു സ്ഥലത്തിൻ്റെ മൊത്തത്തിലുള്ള ഡീറ്റെയിൽ എന്ന് പറഞ്ഞാൽ. അത്യാവശ്യം നല്ല സൗകര്യം കാര്യങ്ങളൊക്കെ ഉള്ള അടിപൊളി ഒരു കിടിലം പ്ലോട്ട് തന്നെയാണ്. നമുക്ക് NH66 എന്ന് വരികയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 5 കിലോമീറ്റർ മാത്രം ദൂരം എന്ന് പറഞ്ഞാൽ ഹൊസങ്കടി എന്ന് പറഞ്ഞാൽ NH66 എന്ന് വരികയാണെന്നുണ്ടെങ്കിൽ 5 കിലോമീറ്ററും, അതുപോലെ തന്നെ നമുക്ക് മംഗലാപുരത്ത് നിന്ന് വരണമെന്നുണ്ടെങ്കിൽ മംഗലാപുരത്ത് നിന്ന് വരാം. മംഗലാപുരത്ത് നിന്ന് ഏകദേശം ഒരു 25 കിലോമീറ്റർ ദൂരം. മംഗലാപുരം കർണാടകയിലൊക്കെ ഉള്ള ആൾക്കാർക്കൊക്കെ കേരളത്തിൽ വന്നിട്ട് സ്ഥലമൊക്കെ എടുക്കണം എന്നൊക്കെ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാനും പറ്റിയ ബെസ്റ്റ് പ്ലോട്ടാണ്. ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പർപ്പസിനൊക്കെ ആണ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എടുത്തിടാൻ പറ്റിയ അടിപൊളി ഒരു കിടിലം പ്ലോട്ട് തന്നെയാണ്. വീടുണ്ട്, എല്ലാ സൗകര്യങ്ങളുണ്ട്, പണിക്കാർക്കൊക്കെ ഉള്ള സൗകര്യമുണ്ട്. അതുപോലെ തന്നെ പറമ്പിലെ പണിയൊക്കെ എടുക്കാനൊക്കെ ഇഷ്ടംപോലെ പണിക്കാരും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ്. എല്ലാം കൊണ്ടും നല്ല അനുയോജ്യമായുള്ള അടിപൊളി ഒരു കിടിലം പ്ലോട്ടാണ്. നമുക്ക് ക്രിസ്ത്യൻ ചർച്ചൊക്കെ വരുന്നത് നമുക്ക് മിയാ പദവിയിൽ ക്രിസ്ത്യൻ ചർച്ചും വരുന്നുണ്ട്. പഞ്ചായത്ത് ഓഫീസൊക്കെ മിയാ പദവിയിലാണ് വരുന്നത്. മിയാ പദവിൽ നിന്ന് ഏകദേശം ഒരു 1.5 കിലോമീറ്ററാണ് നമുക്ക് ഈ ഒരു പ്ലോട്ടിലോട്ടുള്ള ദൂരം എന്ന് പറഞ്ഞാൽ. കുറച്ച് ഭാഗം ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. ആ ഭാഗങ്ങളിൽ ഇവർ കവുങ്ങെല്ലാം വെക്കാനുള്ള ട്രഞ്ചും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കണക്ഷൻ, അതായത് വാട്ടർ കണക്ഷൻ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള സ്പ്രിങ്ക്ലറും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഈ ഒരു സ്ഥലത്തിൻ്റെ മൊത്തത്തിലുള്ള ഡീറ്റെയിൽ എന്ന് പറഞ്ഞാൽ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു പ്ലോട്ട് എടുക്കണമെന്നും ഈ ഒരു സ്ഥലം കാണണം എന്നൊക്കെ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക. ഈ ഒരു സ്ഥലത്തിന് ഇതിൻ്റെ ഓണർ പ്രതീക്ഷിക്കുന്ന വില എന്ന് പറഞ്ഞാൽ മൊത്തം 2,75,00,000 രൂപയാണ് ചോദിക്കുന്നത്. അതും ചെറിയ രീതിയിൽ നെഗോഷ്യബിളായിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആർക്കെങ്കിലും എടുക്കണം എന്നൊക്കെ താല്പര്യമുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്യുക. പിന്നെ മെയിനായിട്ട് നിങ്ങളുടെ സ്ഥലങ്ങൾ ഏതെങ്കിലുമൊക്കെ വിൽക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മളെ ഇതേപോലെ കച്ചവടമൊക്കെ നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, കുറേ ബ്രോക്കർമാരോടൊക്കെ പറഞ്ഞിട്ട് കച്ചവടം നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം പേജ് വഴി പരസ്യം ചെയ്ത് വിൽക്കാനൊക്കെ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യുക. നമ്പർ 9895 18 86. ഈ ഒരു സ്ഥലം കാണണം എന്നൊക്കെ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ നമ്പറുമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ അറിവിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലോ റിലേഷനിൽപ്പെട്ട ആരെങ്കിലും ഇതേപോലെ കവുങ്ങത്തോട്ടൊക്കെ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി ഒരു കിടിലം പ്ലോട്ടിൻ്റെ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും വരാം കേട്ടോ. ബൈ.